കുറേ കാലമായി പ്ലാൻ ചെയ്തിട്ട് ഫൈനലി ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടിയപ്പോൾ ചെയ്യുകയാണ്. സോ വേറെ ഒന്നുമില്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ഹിറ്റ് മൂവിയെ പറ്റി ചെറുതായിട്ട് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ ഹിറ്റ് ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ സിനിമയാണ് ഹിറ്റ് കേസ് 3. ഞാൻ സ്റ്റാർ ചെയ്യുന്ന ഒരു മൂവിയാണ്. സോ ഇതിലേക്ക് വരുമ്പോഴേക്കും ബാക്കി രണ്ട് ഭാഗങ്ങളുള്ളതിനേക്കാളും കുറച്ചുകൂടെ ആക്ഷൻ്റെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു സിനിമയാണ്. ഹിറ്റ് 1ഉം 2ഉം എടുക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്ത് നമ്മൾ ആ ഒരു രീതിയിൽ ആ ഒരു കേസിൻ്റെ കാര്യത്തിനായിട്ട് ഇങ്ങനെ ആ പോലീസിൻ്റെ കൂടെ ഇങ്ങനെ, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ കൂടെ ഭാഗമായിട്ട് നമ്മളങ്ങ് പോവുകയാണ്. പിന്നെ അതേപോലെ അതിനകത്തുള്ള ആ ഒരു ലീഡ് ക്യാരക്ടറിൻ്റെ ട്രോമയാണെങ്കിലും പാസ്റ്റ് ആണെങ്കിലും അങ്ങനെ ഒരു ഇതിലോട്ടാണ് കൂടുതൽ ഇൻവോൾവ് ആവുക. ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ആക്ഷന് പ്രാധാന്യം കൊടുത്തും വയലൻസിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്തും അങ്ങനെയാണ് ഈ മൂവി പോകുന്നത്. അപ്പം ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നാനിയുടെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടേംവേർഡ് ആയിട്ടുള്ള ഒരു പോലീസാണ്. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ വാങ്ങി പുതിയൊരു സ്ഥലത്തേക്ക് വരുന്നു. അവിടെ ഒരു പുതിയ കേസ് അസൈൻഡ് ആവുന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് അതിഗംഭീരമായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുത്തി അങ്ങ് കാണിച്ചായിരുന്നു. അത് ഗ്രിപ്പിങ് ആയി സ്ലോ ആയിട്ട് തുടങ്ങി. എന്ന് വെച്ചാൽ നാനിയുടെ ക്യാരക്ടറിൻ്റെ വീട്ടിലെ കാര്യങ്ങളും ചെറിയ റൊമാൻറ്റിക് സൈഡും അങ്ങനത്തെ അവർ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിന്നെ അതൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് പോയിട്ട് പിന്നെ അങ്ങോട്ട് ഒരു ഫ്ലാഷ് ബാക്കും അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഗ്രിപ്പ് ചെയ്യും. ഇൻ്റർവെൽ വരെ വളരെ നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തു. അതിൻ്റെ അകത്ത് ആകെ ഒരിറ്റ നെഗറ്റീവ് എനിക്ക് തോന്നിയത് അതിൻ്റെ അകത്തൊരു ഫൈറ്റ് സീനുണ്ട്, കാശ്മീരി വെച്ചിട്ടുള്ള. ആ ഫൈറ്റ് സീൻ എടുത്തിരിക്കുന്ന ആ ഒരു ഷെയ്ക്കി ക്യാം മാത്രം എനിക്കറിയത്തില്ല, ഒരു മൂവിയാണെങ്കിലും ആ ഷെയ്ക്കി ക്യാം വരുമ്പോഴേക്കും അതിൻ്റെ ഒരു രസം തന്നെ അങ്ങ് എപ്പോഴും ഇല്ലാതായി പോകും. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തൊരു ഗംഭീര ചേസ് സീനുണ്ട്. ചേസ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഈയിടയ്ക്ക് ഞാൻ എൻ്റെ ഓർമ്മയിൽ തന്നെ ഈയിടയ്ക്ക് കണ്ട ഒരു ഇന്ത്യൻ മൂവിയിലുള്ള ഒരു ബെസ്റ്റ് ചേസ് സീൻസിലൊന്നാണ് ഈ ഇടയ്ക്ക് കണ്ടതിൽ. കാരണം നല്ല എൻഗേജിങ് ആയിരുന്നു, അത് നല്ല റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ കുറച്ചാണ്, വളരെ ചെറിയൊരു ഇതാണ്, പക്ഷെ അത് കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഈ ഫസ്റ്റ് ഹാഫിൻ്റെ ഹൈയിൽ നിൽക്കുകയാണ് ഇൻവെസ്റ്റിഗേഷൻ, അടുത്തിന് എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് മിഷന് മുന്നേറ്റ് ഇവർ ഒരു റൊമാൻറ്റിക് സീനും ഒരു പാട്ടും ഇങ്ങോട്ട് കാണിക്കും. അത് അയ്യോ, അത് ഭയങ്കര വല്ലാത്തൊരു കല്ലടിയായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് തോന്നുക ഈ എന്നുള്ള രീതിയിൽ. ഞാനൊരു ഫ്രണ്ടുമായിട്ടാണ് കണ്ടത്. അപ്പം ഞാനും ഒരേ കാര്യം തന്നെ പറഞ്ഞു, ഇത് ഇവിടെ ആവശ്യമില്ലായിരുന്നു, ആ ഒരു ഫ്ലോ തന്നെ കളയുന്നു. വേണമെങ്കിൽ 2 ഡയലോഗിലെ കാര്യങ്ങളൊക്കെ അങ്ങ് കൊണ്ടുപോകായിരുന്നു. പക്ഷേ എൻ്റെ ഫ്ലാഷ് ബാക്കും പാട്ടും ഒക്കെ വന്നപ്പോഴേക്കും അതൊരു ഭയങ്കര അരോചകമായി തോന്നിയൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് റിവീലായി വരുന്നു. പിന്നീട് അങ്ങോട്ട് അവസാനം ഫുള്ള് ഫൈറ്റും കാര്യങ്ങളുമാണ്. എനിക്ക് പേഴ്സണലി ആക്ഷൻ മൂവീസ് ഇഷ്ടമാണ്, പക്ഷേ ഹിറ്റ് ഫ്രാഞ്ചൈസിലേക്ക് അതുകൊണ്ട് ഇത്രയും വയലൻസ് പിന്നെയും പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഇത്രയും എന്താ പറയുക ലെങ്തായിട്ട് ഇങ്ങനെ ഫൈറ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഇത്രയും വേണ്ടായിരുന്നു തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഓക്കെ, അത് ആ ഒരു മൂഡിലിരുന്ന് വൈബിലിരുന്ന് കാണുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ എനിക്ക് പേഴ്സണലി അത് അത്രയും വേണ്ടായിരുന്നു എന്നത് ഒരു തോന്നലുണ്ടായിരുന്നു. കുറച്ചും കൂടി ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു രീതിയിൽ കൊണ്ടുവരാൻ കൊള്ളായിരുന്നു. അതേപോലെ വില്ലൻ ക്യാരക്ടറാണെങ്കിലും അത്ര സ്ട്രോങ് ആയിട്ടൊന്നും തോന്നിയില്ല. നമുക്ക് ആ ഒരു ഈവിൾ പ്രസൻസും അങ്ങനെ അത് പറയല്ലോ, ആ ഒരു ഇത്ര ബ്രൂട്ടാലിറ്റി കാണിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടിയില്ല. ആ ഒരു പ്രശ്നം മാത്രമേ തോന്നും. പിന്നെ ഈ സിനിമ കാണാൻ വേണ്ടി ഹിറ്റ് 1ഉം 2ഉം കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1-2 ഒരു ചെറിയ എലിമെൻറ്റ് മാത്രമാണ് ബാക്കിയുള്ളതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അതില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഹിറ്റ് 1ഉം 2ഉം പക്ഷേ പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യും കാണാൻ വേണ്ടിയിട്ട്. നല്ല ഇൻവെസ്റ്റിഗേഷൻ മൂവീസാണ്. അതിൽ ഹിറ്റ് കേസ് 1 ആണെങ്കിൽ ഹിന്ദിയിൽ രാജ്കുമാർ റാവു റീമേക്ക് ചെയ്തിട്ടുണ്ട്. രാജ്കുമാർ റാവു സ്റ്റാർ ചെയ്തിട്ട് റീമേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ തെലുങ്ക് തന്നെയാണ് കാണാൻ ഞാൻ പ്രിഫർ ചെയ്യും. ഞാൻ കണ്ടത് അതാണ്. അപ്പം അതേപോലെ ഞാൻ ഈ സിനിമ കണ്ടത് മലയാളം ഡബ്ബിങ് ആയിരുന്നു. അത് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ മൂവീസ് തിയേറ്ററിലുള്ളതുകൊണ്ട് നമുക്കിപ്പം എനിക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി ആ ഒരു ഓപ്ഷൻ മാത്രം ഉണ്ടായിരുന്നു. എൻ്റെ മലയാളം ഡബ്ബിങ്ങിൽ ബാക്കിയെല്ലാം നീറ്റാണ്. പക്ഷേ ചില 2-3 ഡയലോഗ്സ് അവർ ജസ്റ്റ് ലിപ്പ് മാത്രം അനങ്ങുന്നുണ്ട്. അത് ഭയങ്കര ബോറായിട്ട് തോന്നി. എന്താ അവർ പറയുന്നത്, എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊന്നും അത് 2-3 ഡയലോഗ്സ് മിസ്സാവുന്നുണ്ട്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആ ഒരു ഫ്ലോ അങ്ങ് കളയുന്നുണ്ടായിരുന്നു. ബട്ട് ഓവറോൾ
വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു 2.25 മണിക്കൂർ അടുപ്പിച്ചുള്ള ഒരു സിനിമയായിരുന്നു. സോ കൊള്ളായിരുന്നു, അത് വൺ ടൈം വാച്ച് കൊള്ളാം. സോ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതേപോലെ മേ ബി എൻ്റെ പ്രസൻറ്റേഷൻ ഇനിയും ബെറ്റർ ആവുന്നുണ്ട്, ഫസ്റ്റ് ടൈമാണ്. സോ അതിനെപ്പറ്റിയും കുറേ കൂടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. താങ്ക് യു.